നിയമ പോരാട്ടങ്ങളുടെ വഴിയിൽ ഈ അടുത്ത കാലത്തായി മലയാളിക്ക് സുപരിചിതമായ പേരുകളാണ് റോബിൻ ബസ്സും അതിൻ്റെ നടത്തിപ്പുകാരനായ ബേബി ഗിരീഷും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയപ്പോഴും തിരിച്ചടികൾ നേരിട്ടപ്പോഴും ശരിയാണെന്ന് വിശ്വസിച്ച കാര്യങ്ങൾക്കു വേണ്ടി നിയമത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങളുടെ പിന്നിലെ ചാലകശക്തിയെക്കുറിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഭാര്യ നിഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരമാണ് ബേബി ഗിരീഷ് പറഞ്ഞത്: ഞാൻ 4.5 വർഷത്തോളം ഒരു കട്ടിലിൽ തളർന്നു കിടന്നപ്പോൾ ഒരു നേഴ്സിനെ പോലും വയ്ക്കാതെ എന്നെ ശുശ്രൂഷിച്ച ഇവളാണ് എൻ്റെ നല്ല പാതി എന്നാണോ മുഴുവനെന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവളാണ് എൻ്റെ ശക്തിയും ഊർജവും. വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, അതിനെ അതിജീവിച്ച ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം. പിറവി തിരുനാൾ 1-ാം ഞായറാഴ്ചയായി ഇന്ന് തിരുകുടുംബ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ ഏക മനസ്സോടെ അതിജീവിക്കുന്ന മറ്റൊരു മനോഹരമായ കുടുംബചിത്രം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നു. തിരുകുടുംബം കടന്നുപോയ ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഹെറോദോസ് ആരാണെന്ന് ആദ്യം നാം തിരിച്ചറിയണം. തൻ്റെ അധികാരവും സ്ഥാനമാനങ്ങളും നിലനിർത്തുവാൻ, ഏതറ്റം വരെയും പോകുവാൻ യാതൊരു മടിയുമില്ലാത്ത ക്രൂരനായ ഭരണാധികാരിയാണ് ചരിത്രത്തിലെ ഹെറോദോസ്. BC 29 സംശയത്തിൻ്റെ പേരിൽ ഇഷ്ടഭാര്യയായ മറിയാമിനെ വധിച്ച, BC 7 ഒരു ഗൂഢാലോചനയിലൂടെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ പരിശ്രമിച്ചു എന്ന പേരിൽ മക്കളായ അരിസ്തോബലസിനെയും അലക്സാണ്ടറിൻ്റെയും വധിച്ച, വീണ്ടും BC 4 മറ്റൊരു മകനായ ആൻറ്റിപാത്രയെ വധിച്ച ഹെറോദോസ് തിരുകുടുംബത്തിൻ്റെ സർവോപരി ഉണ്ണി യേശുവിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണിയായിരുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരം വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇതേ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും സഹവസിക്കുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതും. എന്നിട്ടും പ്രസവാനന്തരം തിരുകുടുംബത്തിന് നാടും വീടും ഉപേക്ഷിച്ച് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വന്നത്, പരദേശികളെ പോലെ വർഷങ്ങളോളം അവിടെ വസിക്കേണ്ടി വന്നത്, വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണ്. ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹന നിമിഷങ്ങളിൽ പരാതിയും പരിഭവവും ഉയർത്തുമ്പോഴും ചിലപ്പോഴെങ്കിലും ഇപ്രകാരമുള്ള സഹനങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ ഇടർച്ചയ്ക്കും തളർച്ചയ്ക്കും തകർച്ചയ്ക്കും വഴിയൊരുക്കപ്പെടുമ്പോഴും, എൻ്റെ സഹനങ്ങളിൽ എൻ്റെ ദൈവം എവിടെ എന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോഴും സഹനത്തിലും പ്രത്യാശ കൈവിടാതെ ദൈവഹിതമാരായുന്ന തിരുകുടുംബം നമുക്ക് മാതൃകയും സഹനങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലുമാണ്. ഇത്ര വലിയ സഹനത്തിലും പ്രതിസന്ധിയിലും ദൈവഹിതത്തിനായി കാതോർക്കാനായി എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ മാതൃകയും ഉദാഹരണവുമായ യൗസേപ്പിൻ്റെ വിജയം. മാത്രമല്ല, ഒരു മടിയും കൂടാതെ ദൈവഹിതം തിരിച്ചറിയുമ്പോൾ അത് കുടുംബത്തിന് വേണ്ടി നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നു. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കപ്പെടുന്നു എന്നുള്ള ദൃഢമായ വിശ്വാസം. പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ, പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ, പ്രശ്നപരിഹാരത്തിനായി പലരെയും നാം തേടുമ്പോൾ ദൈവഹിതത്തിനായി കാതോർക്കുവാൻ തിരുകുടുംബം നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. സ്വാർത്ഥതയിൽ പടുത്തുയർത്തപ്പെടുന്ന എല്ലാ മാനുഷിക പദ്ധതികളും തകിടം മറിക്കപ്പെടും എന്നതുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. തൻ്റെ സ്വാർത്ഥതയിൽ ഹെറോദോസ് തിരുകുടുംബത്തിന് വേണ്ടി രചിച്ച മാനുഷിക പദ്ധതി ദൈവിക ഇടപെടലിനാൽ തകർന്നു വീഴുമ്പോൾ ദൈവിക പദ്ധതിയുടെ വിജയം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം ആഘോഷിക്കുന്നു. തിരുകുടുംബം നമുക്ക് വലിയ ഒരു ഓർമ്മപ്പെടുത്തലും മാതൃകയുമാണ്. ദൈവിക പദ്ധതികൾക്കാണ് ആത്യന്തികമായ വിജയം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ തിരുകുടുംബ തിരുനാൾ നമ്മുടെ കുടുംബമാകുന്ന ദൈവിക സമ്മാനത്തെ ഓർമ്മിക്കുവാനും വിലമതിക്കുവാനും ആഘോഷിക്കുവാനും
തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ നമ്മുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തുവാനുമുള്ള ദിനമാണ്. പ്രതിസന്ധിയിലും പതറാതെ സഹനത്തിലും ദൈവസ്വരം കേട്ട് അത് നടപ്പിൽ വരുത്തുവാൻ അക്ഷീണം പ്രയത്നിച്ച തിരുക്കുടുംബത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമായി ഈ തിരുനാൾ ദിവസം നമുക്ക് സ്വീകരിക്കാം. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയും മാധ്യസ്ഥവും നമ്മുടെ കുടുംബങ്ങൾക്ക് ശക്തി സ്രോതസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.